ഇവിടെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ നാടാണ്, റബ്ബർ ബോർഡൊക്കെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ്, റിസർച്ച് സെൻ്ററൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. റബ്ബറിനെ പറ്റി നമ്മൾ സംസാരിക്കും, അതിൻ്റെ വില കൂട്ടണമെന്ന് പറയും. ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തിയലും ഇടപെടലുകൾ നടത്തിയലും ഞാൻ ഇവിടെ തന്നെ നിരാഹാരം ഒരു 7 ദിവസം ഇവിടെ കിടന്നിട്ടുണ്ട്, അന്ന് BJP ഭരിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, റബ്ബറിന് വില നമുക്കറിയാം, ഇപ്പം 150 എന്നുള്ള 170 ആക്കി 80 ആക്കി 200 രൂപ ആക്കി തറവില നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആകുന്നില്ല, കൂടുതലും കൊടുക്കേണ്ട ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ 1 മിനിറ്റ് മതി കേന്ദ്ര സർക്കാരിന് റബ്ബറിൻ്റെ വില ഉയർത്തുവാനായിട്ട്. അവരുടെ നയത്തിനെ ആശ്രയിച്ചാണ്, അവരുടെ പോളിസിയെ ആശ്രയിച്ചാണ്. കേന്ദ്രത്തിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ ഇറക്കുമതി കുറയും, ഇവിടുന്നുള്ള റബ്ബർ ഉപയോഗിക്കും. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതവർ ചെയ്യാൻ തയ്യാറല്ല. ഒരു 5-6 വ്യവസായികളുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നിപ്പോൾ ഈ റബ്ബർ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമേ രൂപപ്പെടുത്തിയ റബ്ബർ ആക്ട്, ആ ബില്ല് അങ്ങനെ എത്രയോ 60-70 വർഷക്കാലം മുമ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനമായ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്, ഒരു ഉൽപ്പന്നമായതുകൊണ്ട് തന്നെയാണ്. മിലിറ്ററി പോലും, സ്കൂൾ കുട്ടികൾ പോലും റബ്ബർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അവർ പതുക്കെ ഒരു മേഴ്സി കില്ലിംഗ് ആണ് റബ്ബർ ബോർഡിനെ ചെല്ലുന്നത്. ഇവിടെ റിസർച്ച് നടക്കുന്നില്ല, ഇവിടെ സബ്സിഡി കൊടുക്കുന്നില്ല, ഇവിടെ ബോർഡിലെ ആക്റ്റീവ് അല്ല. എന്താണ് ചെയ്യുന്നത്? അവർ പതുക്കെ ഇതങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. എങ്ങോട്ടാണ്? പതുക്കെ മാറ്റിയെടുക്കുക, നോർത്ത് ഈസ്റ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. സാധാരണ രീതിയിൽ ഈ രാജ്യത്ത് ഒറ്റ വിപണി ഉണ്ടായിരുന്നു റബ്ബറുമായി ബന്ധപ്പെട്ട്, അത് കേരള സംസ്ഥാനമായിരുന്നു. അത് മറ്റൊരു വിപണി അദാർത്ഥയിലേക്ക്, ത്രിപുരയിലേക്ക് കൊണ്ടുപോയി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടുന്നുള്ള ആ വിൽപ്പന കുറയ്ക്കുവാനും അവിടുന്നാണ് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ കുറയൂല്ലോ എന്നോർത്തുകൊണ്ടാണ്. അപ്പം ഞാൻ ചുരുക്കട്ടെ, ഇത്രയെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും, ഇത്രയെല്ലാം വികസനമുണ്ടെങ്കിലും നമ്മൾ കാണുന്ന UDFൻ്റെ മനോഭാവം എന്താണ്? ഈ വിഷയവുമായി, കേന്ദ്രത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കമുണ്ടായപ്പോൾ ഞാൻ ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരെല്ലാവരും കേന്ദ്രത്തിൽ പോയി സമരം നടത്തി. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി പോയി ഡൽഹിയിലിരുന്ന് സമരം, സത്യാഗ്രഹം നടത്തിയ. എന്തിനാണ്? നമുക്ക് അർഹതപ്പെട്ട പണം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ പ്രതിപക്ഷത്തിനെയും വിളിച്ചു. പക്ഷെ പ്രതിപക്ഷം ഒരു മെമ്മോറാണ്ടത്തിൽ പോലും ഒപ്പിടാൻ തയ്യാറായില്ല. UDF എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വികസനം ഉണ്ടാക്കാൻ പാടില്ല, കേരളത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകട്ടെ എന്ന് അവർ കാണുകയാണ്, അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളം തകരൂ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത നാളിൽ അതിദാരിദ്ര്യമില്ലാത്ത കേരളമായി കഴിഞ്ഞ നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു കാര്യം, കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഒരു ചോദ്യം പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ MP-മാർ, UDFൻ്റെ MP-മാർ എഴുതിയിട്ട് ചോദിച്ചു, കേന്ദ്ര സർക്കാർ അറിഞ്ഞോ ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു? അങ്ങനെ പ്രഖ്യാപിച്ചു ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോ? അവർ പറഞ്ഞു അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം കുറഞ്ഞല്ലോ. അവരുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും മാറ്റം വന്നോ? എത്ര റേഷൻ കാർഡ് അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുമോ? ചെയ്തോ? എത്ര നമ്പറുണ്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുമോ എന്നത് അവർക്കറിയില്ലായിരുന്നു. ഏതാ കോൺഗ്രസ്സുകാർക്ക്? അതിദാരിദ്ര്യമുള്ള ഈ മക്കളും ഈ കുടുംബങ്ങളും 67,000 എന്ന് പറഞ്ഞത് അവർക്ക് വീടില്ല, സ്ഥലമില്ല, റേഷൻ കാർഡില്ല, അവർക്ക് ആരാരുമില്ലാത്തവരെ കണ്ടുപിടിച്ചാണ് അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാ ചോദിച്ചത്? അതിൻ്റെ ബുദ്ധി ഇങ്ങനെയുണ്ടെങ്കിൽ ആ റേഷൻ കാർഡെങ്കിലും കട്ട് ചെയ്താൽ ഇവിടെയുള്ളവർക്കൊക്കെ ഒരു വിരോധം വരൂല്ലോ, അങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ വികസനം, ജനങ്ങളുടെ വികസനം തകർക്കാൻ കഴിയൂല്ലോ എന്നുള്ളതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കരച്ചിൽ കാണണം. ഇതാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്.